Cook with Love. Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നലെ നാളെ കർക്കിടകം തുടങ്ങുകയാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ പുണ്യമാസവാ, എല്ലാവരും എന്നാ പറയുക വെജിറ്റേറിയൻ ആവുകയാണ്. അതുകൊണ്ട് ആനി ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷ് ചെയ്യുമായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഒരു തെറ്റുമില്ല, ഇന്ന് വെജിറ്റേറിയൻ തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ രാമായണ മാസത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. മനസ്സുകൊണ്ടും നമ്മളൊരു ഭയങ്കര ശുദ്ധി എന്താ പറയുക ഭക്തി നിറഞ്ഞ ഒരു സമയമാണ്, പുണ്യമാസമായതുകൊണ്ട്. അതുമാത്രമല്ല ആയുർവേദ ചികിത്സകളൊക്കെ ഒത്തിരി ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻ ഡിഷ് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ടും സത്യമാണ്. ഒന്ന്, നമ്മുടെ ഗസ്റ്റിന് വെജിറ്റേറിയൻ വേണം. സെക്കൻഡ്ലി, നമുക്ക് കർക്കിടക മാസം കൂടെയാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർ കൂടുതൽ പറയാറുണ്ട് എന്നോട്, ഒരിക്കലും വെജ് കാണിക്കാറില്ല, മിക്കപ്പോഴും നോൺ വെജാണ് ചെയ്യുന്നത്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിച്ച ഞാനായതുകൊണ്ട് എനിക്ക് ആൻറ്റിമാരുണ്ട്, അമ്മച്ചിമാരുണ്ട്. ഇവരെല്ലാവരോടും പഠിച്ചാണ് ഞാൻ കുറേയൊക്കെ പാചകം പഠിച്ചത്. അതായത് ഫസ്റ്റ് ആയിട്ട് എൻ്റെ അമ്മയുടെ നിന്നാണ്, അതിനൊരു മാറ്റവും. പക്ഷേ ഇനിയും പഠിക്കണം എന്ന് നമ്മൾ തോന്നുന്ന സമയത്ത് പലരുടെ അറിവുകൾ നമ്മൾ ശേഖരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച ഒരു കറിയായത്. ഇത് ശരിക്കും കാഷ്യൂ മസാല കറി എന്നാണ് പറയുന്നത്. വെജിറ്റേറിയൻ സമയത്ത് നമ്മൾ ഒരുപാട് നോൺ വെജ് ഒക്കെ കഴിച്ച വ്യക്തികൾ, അതായത് ഇന്ന് വരെ നോൺ വെജ് കഴിച്ച് നാളെ തൊട്ട് ഇനി വെജാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു സമാധാനത്തിന് ഞാൻ പറയുക, ഈ ഒരു കറി നമ്മൾ വെക്കുവാണെങ്കിൽ ചെറുതായിട്ടൊരു ഇറച്ചിക്കറിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പനീറിടാം, ഉരുളക്കിഴങ്ങിടാം, പിന്നെ കോളിഫ്ലവർ, ഇതൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. ആ ഒരു മസാല ഫ്ലേവർ വരുമ്പോൾ ഇത് പുളിശ്ശേരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ അതല്ല ചപ്പാത്തിയുടെ കൂടെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം ഇന്ന് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഫസ്റ്റിന് വേണ്ടിയത് ഒരു ഇച്ചിരി കടുക, പിന്നെ വേണ്ടിയത് ഞാനിവിടെ ഒരു എന്നാ പറയുക ഒരു 10-20 ചെറിയ ഉള്ളി ആണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി അരിയാൻ ഇച്ചിരി പ്രയാസമാണെന്നുണ്ടെങ്കിൽ സവാള കൊച്ചായിട്ട് അരിഞ്ഞാലും മതി. അതായത് ചോപ്ഡ് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ ഉപ്പുമാവിനൊക്കെ അരിയൽ എന്ന് പറഞ്ഞ പോലെ അരിഞ്ഞാലും മതി. പക്ഷെ ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടേ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, തക്കാളി ഈ പറഞ്ഞ പോലെ ഒരു വലിയ മുഴുത്ത തക്കാളി അരിഞ്ഞേക്കുന്നത്. ഇത് കുറച്ച് കാഷ്യൂ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് പച്ച കശുവണ്ടി കിട്ടുവാണെങ്കിൽ അതും മേടിച്ചാലും മതി. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ഉപ്പ്, ഇത് 1-ാം പാല്, ഇതേപോലെ തന്നെ കുറച്ച് 2-ാം പാല്. ഇനി ഇതെല്ലാം പോയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കണം. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. ഇതിനകത്ത് ഇറച്ചിയില്ലാന്നേ ഉള്ളൂ, അതിന് വരെ നമ്മൾ കാഷ്യൂ ഇട്ടാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇറച്ചി മസാലയുടെ ടേസ്റ്റ്. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെന്ന് വിചാരിച്ചോ, എന്നാൽ ഒരു ഇച്ചിരി ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അത് ചേർക്കുവാന്നേൽ പൊടിയുടെ എണ്ണം അങ്ങ് കുറച്ചേച്ചാൽ മതി. എന്നിട്ട് മീറ്റ് മസാല അതിന് എത്ര ചേർക്കുന്നു അതങ്ങ് ബാലൻസ് ചെയ്തേച്ചാൽ മതിയേ. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതല്ല റിഫൈൻഡ് ഓയിലാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണ ഞാൻ പ്രിഫർ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എണ്ണ ഒരു ഇച്ചിരി നല്ല ചൂടായിട്ട്, കട്ടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കറി വെക്കാനും എളുപ്പമാണ്, നമ്മൾ ഇടുന്ന സാധനങ്ങൾ വഴറ്റി വരാനും എളുപ്പമാണ്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പം ടീസ്പൂൺ കണക്കല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൈ കണക്കാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇച്ചിരി വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, മസ്റ്റല്ല, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ, ഉള്ളി, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർത്താൽ അതിൻ്റെ കൂടെ ചേരേണ്ട ഒരു സാധനമാണ് കറിവേപ്പില.
ഇനി എന്നാന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നല്ല ബ്രൗൺ കളർ ആവണം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളി എപ്പോഴും വാട്ടി നല്ല ബ്രൗൺ ആയാലേ കറിക്ക് ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് ചേർക്കണം. ഏതാ എളുപ്പം? എനിക്ക് കൂടുതൽ സ്വാദ് തോന്നിയിട്ടുള്ളത് ഈ അരിഞ്ഞു വെച്ച ഉള്ളി ബ്രൗൺ ആക്കി എടുക്കുമ്പോഴാണ്. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ ഒരു ഇച്ചിരി ഉപ്പിടാം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയന്റ് ചേർക്കുമ്പോണ്ടല്ലോ അതിൻ്റെതായ സമയം എടുത്തെടുത്ത് ചേർക്കുവാന്നേല. അതായത് മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് മൂക്കുക, മുളക് പൊടി ഇട്ടൊന്ന് മൂക്കുക, അല്ലെങ്കിൽ പോട്ടെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അത് നല്ല ബ്രൗൺ ആകുക. അങ്ങനെ 1 by 1 ആയിട്ട് ചേർക്കുവാന്നേല നമുക്ക് കറി വെക്കുന്ന ആൾക്കും എളുപ്പമാണ്. മാത്രമല്ല അതിന്റെ മൂപ്പ്, പച്ചച്ചൊവ ഇതെല്ലാം മാറാനും എളുപ്പമാണേ. ഒഴിച്ച എണ്ണ ഒരു ഇച്ചിരി കുറവാ, അന്നേരം ഞാൻ ഒരു ഇച്ചിരി കൂടെ ഒഴിക്കുക. എണ്ണമയ ഇല്ലേലുണ്ടല്ലോ അതൊരു ഡ്രൈ ആയിട്ടൊക്കെയാ ഈ പറഞ്ഞ പോലെ ഉള്ളി മൂക്കുന്നൊക്കെ. അതെന്ന് വെച്ചാൽ ആ ചീനച്ചട്ടിക്കകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണമയം വേണം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ബട്ടറും വെളിച്ചെണ്ണയും നെയ്യും ഏറ്റവും ബെസ്റ്റ് ഫാറ്റാന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അതിനൊരു ദൂഷ്യവും ഇല്ലാന്നാ പറയുന്നത്. അതുകൊണ്ട് വാരിക്കോരി ഒഴിക്കാമല്ലോ എന്നല്ല, പക്ഷെ എന്നാലും എണ്ണയ്ക്ക് എണ്ണ വേണം. സ്വാദ് പോകാൻ പാടില്ലല്ലോ. നമ്മുടെ ചെറിയുള്ളി ഇച്ചിരി മൂത്ത് തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും അങ്ങ് മൂത്തോളും. ഇച്ചിരി കൂടെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാവേ. പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും കുറയ്ക്കുക. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാള് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിവാവുന്നെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് ഞാൻ പൊടികളൊക്കെ ചേർക്കുക. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയേ. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് ഞാൻ തൽക്കാലം 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 1 ആണെങ്കിൽ മല്ലിപ്പൊടി 2. ഇതിനകത്ത് ഗരം മസാല ഇല്ല, വേണ്ടിയവർക്ക് ഇടാം. പക്ഷെ ഇതിനകത്ത് തന്നെ അറിയോ, ഗരം മസാല ഇടാത്ത എന്നാന്ന് വെച്ചാൽ ഇറച്ചി പോലെ അതിനങ്ങനെ അങ്ങ് പിടിക്കാനും വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പൊ കാഷ്യൂ മാത്രമല്ലേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാ ഒത്തിരി. അല്ലെങ്കിൽ ഒരു മസാല കുത്തൽ വരുമെന്നാ പറയുന്നത്. പൊടിയുടെ പച്ചച്ചോവ മാറുക, കട്ടി പാത്രം ആയതുകൊണ്ട് അധികം നേരമില്ല. ഒരുപാട് നമ്മളിട്ട് മൂപ്പിക്കുവാണെങ്കിൽ ഒരു കരിച്ചൊവയും വരും. അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് തക്കാളി ചേർക്കുവാണേ. ഈ തക്കാളി ചേർത്തേച്ചുണ്ടല്ലോ അതിനകത്തൊരു വെള്ളത്തിനൊരു മയം ഉണ്ടല്ലോ, ആ മയം വെച്ചിട്ട് എണ്ണ തെളിയണം. അതായത് തക്കാളി നല്ല ഉടഞ്ഞു വന്നേച്ച് നമ്മൾ ചേർത്ത എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അടുത്തത് ചേർക്കണം. തക്കാളി ഇച്ചിരി വേവാനും ഉടയാനും നമുക്കൊരു ഇച്ചിരി സഹായിച്ചു കൊടുക്കാം. സഹായിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കാം എന്ന് പറഞ്ഞേച്ച് അപ്പോഴായിട്ട് അങ്ങ് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞേച്ച് എന്നെ കുറ്റപ്പെടുത്തരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഉള്ള കാര്യം എന്നാന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ ചട്ടി ചൂടാ. അന്നേരം നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വാപ്പറേറ്റ് ചെയ്ത് പോകാൻ അധികം നേരമൊന്നുമില്ല. അപ്പൊ തക്കാളിക്കൊന്ന് അതുമായിട്ടൊന്ന് മെർജാവാനുള്ള സമയം പോലും കിട്ടുകയല്ല, അന്നേരത്തേന് അങ്ങ് പറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മാഷായിട്ട് അത് ആ ഗ്രേവി ഒന്ന് കൊഴുക്കണേ, അതാ കണക്ക്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിളമ്പുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ തക്കാളി ഉള്ളി അങ്ങനെ ആയിട്ട് കിടക്കും. ഒരു തിക്ക് ഗ്രേവി ആക്കിക്കോളൂ. ഇനി ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 2-ാം പാലുണ്ട്, അത് ചേർത്താലും മതി. എരിവ് കണക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുവാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഗ്രേവി ഇപ്പൊ കണ്ടറിയാം നല്ലൊരു മാഷായി. പക്ഷെ
ഞാൻ പറഞ്ഞ പോലെ ടൊമാറ്റോയുടെ തക്കാളിയുടെ ആ ഒരു തൊലി ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാത്തത്. നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ ഡയലോഗ് അടിച്ചേച്ച് ഈ പറഞ്ഞ പോലെ അതിനെ മാഷ് ആക്കി എടുത്തില്ല എന്നേ. പക്ഷെ തൊലി കളഞ്ഞേച്ച് നമ്മളൊന്ന് ബോയിൽ ചെയ്തേച്ച് ഇടുവാണെങ്കിലോ ഇതെല്ലാം പോട്ടെ, ഒന്ന് അരച്ച് ചേർക്കുവാന്നെങ്കിലും മതി. ഇത്രയും ബുദ്ധി എനിക്ക് പോവാത്തതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടെ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ നോക്കും, അരിഞ്ഞിട്ടു തൊലി കാണുകയും ചെയ്യുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുക്കിങ്ങിൽ ഇതൊക്കെ ഇതിനകത്തുള്ളതാ. ഇനിയിപ്പോൾ അടുത്ത് എന്നാ ചേർക്കാൻ പോകുന്നത്, കശുവണ്ടിയാ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ചേർത്താൽ മതി. മോസ്റ്റ്ലി ചേർക്കുന്നത് പച്ച കശുവണ്ടിയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതല്ല ഉള്ളത്, സാധാ നോർമൽ കാഷ്യൂ ഉള്ളത്. ഇനിയിപ്പം നമുക്ക് തേങ്ങാപ്പാൽ. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ എണ്ണ ഒന്ന് തെളിഞ്ഞോട്ടെ, അപ്പം ആ ടേസ്റ്റ് ഒച്ചിരിയും കൂടി ഒന്ന് നല്ലതായിരിക്കും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, അതായത് ഞാൻ ഒത്തിരി എടുത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഇറച്ചി കഷ്ണങ്ങളൊന്നുമില്ല, വെറും കശുവണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രേവിയെ കണക്കാക്കി മാത്രം ഉപ്പിട്ടേച്ചാൽ മതി. ഇനി നമ്മൾ ഈ ചേർത്തിരിക്കുന്ന കശുവണ്ടി, പാല്, മസാല എല്ലാം ചേർത്തു. ഇത് കുറുകി വരാൻ അധികം സമയമില്ല, കുറച്ച് മതി. പിന്നെ ഈ പറഞ്ഞ പോലെ പച്ച കശുവണ്ടി അല്ലാത്തതുകൊണ്ട് ഇത് വേവാനും അധികം നേരം വേണ്ട. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ കുറച്ച് വറുത്ത പനീറും കൂടെ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അത് ഓപ്ഷണലാണ്. ചിലർക്ക് പനീർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം. ഇത് പക്ക ഒരു നാടൻ കറിയാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കശുവണ്ടി ഒന്ന് വേവണം. ഒരു 1/4 അല്ലെങ്കിൽ അരഭാഗം വെന്തതാണ്. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി കൂടി ആ മസാല ഒന്ന് ആ കശുവണ്ടിയിൽ പിടിക്കാൻ വേണ്ടി, ഒരുപാടൊന്നും മസാല പിടിക്കും എന്നുള്ള വിചാരമല്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒന്ന് പിടിക്കണം. അത് കഴിഞ്ഞേച്ച് നമുക്ക് 1/4 പാലും ചേർക്കണം, കശുവണ്ടിയുടെ പേസ്റ്റും ചേർക്കണം. ഞാൻ ചേർത്ത് 1/4 പാല് അതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഇനി എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കശുവണ്ടി അരച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർക്കണമല്ലോ. എന്നാൽ ആ ഗ്രേവിക്കകത്തോട്ട് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മുടെ 1/4 പാലും ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് നമ്മുടെ 1/4 പാല് ചേർക്കട്ടെ. നമ്മുടെ കറി കുറുകുന്നതനുസരിച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്താൽ മതി. കാര്യം ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ 1/4 പാല് നല്ല കട്ടിക്ക് എടുത്തോണ്ടില്ലേ, അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ അത്രയും വേണ്ട, നമ്മൾ ആ നോക്കിയേച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേച്ച് ചേർത്താൽ മതി. ഇനി എന്നാന്ന് വെച്ചാൽ അതിനകത്ത് വേണ്ടിയത് ഒറ്റ കാര്യമുള്ളൂ. വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം, അതല്ല താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ രണ്ടും ചേർത്തതിന് ശേഷം ഞാൻ ഇച്ചിരി നേരം അടച്ചു വെക്കുന്ന എന്നാന്നറിയാവോ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് അതിൻ്റെ ആ പച്ചച്ചോവയൊന്ന് മാറണം, അത്രയേ ഉള്ളൂ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു, ഞാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഇറച്ചി പ്രതീക്ഷിച്ച് കറി കഴിക്കരുത്. ഒരു വെജിറ്റേറിയൻകാർക്ക് അതൊരു എന്താ പറയുക, ഫീൽ ഗുഡ് ഒരു കറിയായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം വരുന്ന ഒരു കറിയാണ്. എല്ലാം കൂടെ മസാല കൂടുതലില്ല, എന്നാൽ ഒരു എരിവ് കിട്ടും. പുളിശ്ശേരിയുടെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ ചപ്പാത്തി, അപ്പം ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ പനീർ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, വേറെ ഒന്നും വേണ്ട. എന്തായാലും ഞാൻ പറയല്ലേ, ഒരു കർക്കിടക മാസം തുടങ്ങുന്നത് തന്നെ ഒരു സോഫ്റ്റ് ആൻഡ് ഫീൽ ഗുഡ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ പക്രുചേട്ടനും മോളുമാണ് വരാൻ പോകുന്നത്. പക്രുചേട്ടൻ ഇതിന് മുന്നേ നമ്മുടെ സീസൺ 1 വന്നിട്ടുണ്ട്, അതിനുശേഷം ഇപ്പം ഫസ്റ്റ് ടൈം വരുക. പക്രുചേട്ടന് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പം ചോദിക്കാനും അറിയാനും ഒക്കെ ഒരുപാട് വിശേഷങ്ങളുണ്ട്.
നമസ്തേ നമസ്തേ. അയ്യോ എന്നത്തിന് എണീക്കുന്നേ കുഞ്ഞിരുന്നേ. ആക്ച്വലി എന്നാ ഉണ്ട് വിശേഷം? ആദ്യം ചോദിക്കട്ടെ. എന്നാ ഉണ്ടെന്നേ, എന്നാ വിശേഷം? എത്ര നാള് കൂടിയാ കാണുന്നേ? അതെ അതല്ലേ, സെക്കൻഡ് സീസൺ തുടങ്ങി ആദ്യം തൊട്ടിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഈ വിളിക്കുന്ന സമയത്തൊന്നും തിരക്കല്ലേ? അങ്ങനെയൊന്നുമല്ല, പിന്നെ ഈ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ യാത്ര ഒക്കാത്തത് കൊണ്ട്. അത് ശരിയാ. പക്ഷെ ഇപ്രാവശ്യം ഒരു കാര്യം പറയട്ടെ, എനിക്ക് ചേട്ടനോട് അധികം വർത്താനം പറയാനില്ല. അതെന്താ? എനിക്ക് പുതിയ ആളെ കിട്ടി. എന്നാന്നറിയോ, ഞാനും എന്റെ പ്രേക്ഷകരും തേണ്ട ഇത്ര തൊട്ട് റീലിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ കൊച്ചിന്റെ വളർച്ചയും കൊച്ചെവിടം വരെ എത്തിയെന്ന്. എന്നാലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ചോദിക്കണ്ടേ അല്ലേ? പേര് പറയുമ്പോളെ ദീപ്തകീർത്തി. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ബാക്കി പറയുന്നതിന് മുമ്പ്. ടച്ച്വുഡ്, കൊച്ചു ഭയങ്കര സുന്ദരിയാ. അഭിനയിപ്പിക്കാന്നെങ്കിൽ പാപ്പം വിടണം കേട്ടോ. അല്ല, അവൾക്ക് താല്പര്യമില്ലല്ലോ ഇതുവരെ. എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇത്രയും വലിയൊരു ലെജൻഡ് കൂടെ ഇരിക്കുമ്പോഴോ പേടിയോ? അല്ല, ലെജൻഡ് കൂടെ ഇരുന്നല്ല അഭിനയം വരുമല്ലോ. പക്ഷെ എന്നാലും അവൾക്ക് ഇഷ്ടമല്ലേ? അല്ല, അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഈ മോണിറ്ററിന്റെ ബാക്കിലിരിക്കല്, അതുപോലെ തന്നെ എന്താ പറയുന്ന ഡയറക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, എഡിറ്റിങ്, അഭിനയിക്കുന്നോടാ എനിക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ മോളിപ്പോ എന്നാ ചെയ്യുക? ഞാൻ +2 +2 ഏതാ എടുത്തിരിക്കുന്നത്? സ്പെഷ്യലൈസേഷൻ. അപ്പം പറഞ്ഞ പോലെ എന്നെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്ത അത് വെച്ചാ കഴിവില്ല. പിന്നെ കഴിവില്ല എന്നാന്നോ? അങ്ങനെ ഒരു ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. എപ്പോഴേലും കൊച്ചു അങ്ങനെ എന്നതേലും ഒരു അഭിനയിച്ച് കാണിക്കും, അല്ലെ കുഞ്ഞുനാളിലോ? പെമ്പിള്ളാർ ബേസിക്കലി ടീച്ചറായിട്ട് അഭിനയിക്കാറുണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെ ഒന്നും കൊച്ചു ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ഭയങ്കര അഭിനയം. അങ്ങനെ കുട്ടിക്കാലം തൊട്ടിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എന്നെ ഒരു കൂട്ടുകാരനായിട്ടാ കണ്ടോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവള് ഈ എന്താ പറയുന്ന അമ്മയെ അനുകരിക്കും. അതായത് ഓരോ സ്ഥലത്തൊക്കെ പോകാനായിട്ട് കൊച്ചിന്റെ അമ്മ, അതായത് അതുപോലെ ചുരിദാറൊക്കെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ ഡ്രൈവറാ. ചേട്ടാ ലുലുമോൾ വരെ ഒന്ന് പോണേ, വണ്ടി എടുക്കും ഉറേ. ഞാൻ വണ്ടി ഇങ്ങനെ കാണിക്കുക, എന്നാൽ പുള്ളിക്കാരി കയറും. കയറിട്ട് ഇറങ്ങി കഴിയുമ്പോ എത്രയായി? ഞാൻ ഇത്ര രൂപ പറയും. അത് കഴിഞ്ഞിട്ട് ബാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇങ്ങനെയുള്ള കളി എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ കൂടെ ഉള്ള ഒരാളായിട്ട് തന്നെ കൊറേ കാലം, അതായത് ഇങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത് വേറൊരു കൂട്ട് ആളെത്തി. അതേപോലെ അതെ, ചെറുത് പാവാന്നോ? അല്ല, അപ്പൊ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ, ഞാൻ എന്നെ പാപം ചെയ്ത പോലെയാ. അല്ല, ചെറുത് പാവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കില്ലേ ഞാൻ അവളെ കുറിച്ചൊന്നും ഓർത്തപ്പോ അറിയാതെ മുഖം മാറിയ രൂക്ഷമായ പാവോ, അതാണോ എക്സ്പ്രഷൻ? അല്ല, ഇന്ന് ഇങ്ങോട്ട് വന്ന യാത്രയിൽ തന്നെ ഇവളെന്തോ റെഡി ആവാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരുന്ന മേക്കപ്പ് ഒക്കെ എല്ലാം വെച്ചിട്ട് ചെയ്തോണ്ടിരുന്നപ്പോ അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്റെ മുന്നിൽ വന്നിട്ട് ഞാനൊന്ന് പേടിച്ചു പോയി. ഇവിടുന്ന് വരെയും കരി. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് കണ്ണെഴുതിട്ട് ആ കരി കൊണ്ട് തന്നെ ലിപ്സ്റ്റിക് വിട്ട് റെഡി ആയിട്ട് നിൽക്കുക എന്റെ കൂടെ വരാൻ. ഞാനും വരുവാന്നേ ഷൂട്ടിന്. കൊച്ചു ഭയങ്കര സ്മാർട്ടാന്ന് തോന്നുന്നു. ഷൂട്ട് അല്ല, അവള് ഇച്ചിരി ആക്റ്റീവാ. ഓട്ടവും കാര്യങ്ങളും ചിരിയും തമാശയും ഈ പറഞ്ഞ പോലെ തന്നെ. അതായത് ഇവള് ചെറുതായിരുന്ന കാലത്ത് എന്തായിരുന്നോ വീട്ടിൽ സംഭവിച്ചത് അതിന്റെ ഒരു പടി മേലെ ഇപ്പൊ അവിടെ നടക്കുന്നത്. അതായത് ചേച്ചിയെ ഭരിച്ചു തുടങ്ങി. അതെ അല്ലേ? ചേച്ചി പാവമായി. ഇനിയിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൻ സ്ട്രിക്റ്റ് ആണോ വീട്ടില്? സ്ട്രിക്റ്റ് ആണ്. അപ്പനെ പേടിയുണ്ടോ? ചെറുതായിട്ട് പേടിയുണ്ടോ അപ്പനെ? ചെറുതായിട്ടിരിക്കുന്നുണ്ട് അപ്പൻ. പേടിയുണ്ടോന്ന്? അപ്പൻ വരട്ടും അപ്പ? ഇല്ല, അങ്ങനെയല്ല. ചെറിയ ചില ശാസനകളും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങോട്ട് നീങ്ങരുത് ഇങ്ങനെ അങ്ങനെയുള്ള ചട്ടം പഠിപ്പിക്കല പരിപാടി ഒന്നുമില്ല. ഇല്ല. അവിടെ നിക്കടി എന്നൊന്ന് പറഞ്ഞാൽ മതി. അവിടെ നിക്കൂല, വേറെ എവിടെയെങ്കിലും പോയി. എന്തൊരു സ്ട്രിക്റ്റ്. ശരിക്കും അമ്മയോ? അമ്മ ഞാൻ പറയണ ഇവളാണ് സ്ട്രിക്റ്റ്. അതെങ്ങനെ? ഇവളെങ്ങനെയാ വെച്ചാൽ ചില കാര്യങ്ങള് തീരുമാനിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. മലയാളത്തിൽ മുട്ടാപ്പോക്കെന്ന് പറയും. ലാസ്റ്റ് തോക്കും, സമ്മതിക്കും ഇങ്ങനെയാണെന്ന്. പക്ഷെ ആദ്യം സമ്മതിച്ചു തരൂല, തർക്കിച്ചോണ്ടിരിക്കും. അത് കാണുമ്പോ അമ്മയ്ക്ക് ടെമ്പറാവും. അമ്മയുടെ കൺട്രോളൊക്കെ അപ്പൊ ഞാൻ ഭയങ്കര സ്വാത്വികനായിരിക്കും. പോട്ടെ സാരേലും. അച്ഛൻ മിണ്ടാതെ നിൽക്കും. അടി ഇങ്ങനെ ഞാനും അമ്മയും തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കുമ്പോ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. കൊള്ളാം, ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. എന്തിനാണ് നമ്മൾ അവരുടെ കാര്യത്തിൽ? എനിക്ക് ശരിക്കും സാധാരണഗതിയില് പെൺകുട്ടികൾ അമ്മ വഴിയാണ് അച്ഛനിൽ കൂടെ കാര്യം നേടിയെടുക്കുക. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിൽ പോലും ഇത് നേരെ തിരിച്ചാന്ന് തോന്നുന്നു. അപ്പം വഴി അമ്മയിൽ നിന്നും സാക്ഷ്യം കിട്ടാനാണ് ഏറ്റവും എളുപ്പം. ആണോ? അപ്പൻ അതിന്റെ കാര്യത്തിന് നയത്തിനൊക്കെ പറഞ്ഞു. അപ്പൊ ചെറുതിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പനും വേണ്ട അമ്മയും വേണ്ട, കൊച്ചു ചെയ്തോളൂ. ചെറുത് വിളിച്ചിട്ട് എന്റെ വർത്താനം പറയാൻ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ ഓർഡർ ഒക്കെ തരുവാ.
എന്നെ കളിപ്പാട്ടം മേടിച്ചേക്ക്. മേടിക്കുവോന്നല്ല, മേടിച്ചേക്ക്, കളിപ്പാട്ടം മേടിച്ചേക്കണേ. അല്ലെങ്കിൽ ചെറുത് ഐസ്ക്രീം മേടിച്ചേക്ക്, എല്ലാം മേടിച്ചേക്കുന്നുള്ളൂ. റിക്വസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ ഇവിടെ പോയെന്ന് ചോദിച്ചാ കളിപ്പാട്ടും ഐസ്ക്രീമും മേടിക്കാൻ പോയേക്കുവാ. അതായത് പ്രോഗ്രാമിനൊക്കെ പോയാലും ഇത് തന്നെ. ഇത്രയും ദിവസം കഴിഞ്ഞേച്ചേ വരുള്ളൂ. അപ്പൊ അപ്പൻ എന്നേതേലും കൊണ്ട് വരാതെ കയറാൻ ഒക്കില്ല. അപ്പൊ കൊച്ചു ആദ്യം ചോദിക്കുന്നത് അപ്പം വന്നോന്നല്ല, അപ്പൻ എന്നാ കൊണ്ടുവന്നെന്നാ ചോദിക്കുന്നത്. അച്ഛൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങത്തുമില്ല. അങ്ങനെയും കൂടെ ഒരു പ്രശ്നമുണ്ട്. ഉറങ്ങി കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിക്കണ്ട, വന്നിട്ടേ ഉറങ്ങുള്ളൂ. പക്ഷെ രസല്ലേ, സന്തോഷം. വരുമ്പോ തന്നെ ചോദിക്കും കളിപ്പാട്ടം എന്തിയേ, കളിപ്പാട്ടം എന്തിയേ. ചേച്ചിയോട് എന്നാ ഡിമാൻഡ്? എന്നോടല്ല, അച്ഛനത് മാത്രമേ. ചേച്ചിയോട് എന്താന്ന് വെച്ചാല് അമ്മ വഴക്ക് പറയുമല്ലോ, അവളെ വഴക്ക് പറയോ തല്ലാനോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ സങ്കടം വന്നിട്ട് അണ പൊട്ടുക എന്നല്ലേ, ചെറുത് കരഞ്ഞുകൊണ്ട് ഓടി ചെന്ന് ആദ്യം ചെല്ലുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താ. അതെന്താ പരിപാടി, എന്റെ അടുത്തോട്ട് വരില്ല. എന്താന്നറിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അടുത്താണ് വന്ന് കെട്ടിപ്പിടിച്ച് പറയും അമ്മ എന്നെ അടിച്ചു, അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ പറയും. മൂക്ക് ശരിക്കും അഭിനയം അറിയാത്തോണ്ടാണോ ചെയ്യാത്തത്? സയൻസ് സബ്ജക്ട് ഒക്കെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികൾ അതൊക്കെ ചൂസ് ചെയ്യാന്നാണ് ബേസിക്കലി പറയുന്നത്. സയൻസ് എടുത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഡോക്ടർ ആവാന്? അല്ല, ഞാൻ സൈബർ സെക്യൂരിറ്റി നോക്കുന്നത്. ഓ ദാറ്റ്സ് ഗുഡ്. കുറച്ച് പണ്ടൊക്കെ ആയിരുന്നല്ലേ ചേട്ടാ, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് സയൻസ് എടുക്കുകയാണെങ്കിൽ ഡോക്ടർ ആവുക, ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്നത് അല്ലേ. ഇപ്പൊ ഇവളുടെ അമ്മയ്ക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. അതിന്റെ എഡിറ്റർ ഒക്കെ ഇദ്ദേഹമാണ്. ക്യാമറ ഒക്കെ ഇടയ്ക്ക് ബിഹൈൻഡ് സീൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടാ താല്പര്യം. ആക്ടിങ് ഒന്നും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് നന്നായിട്ടുണ്ട്, ശരിയായില്ല, ഇച്ചിരി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ചില സജഷൻസ് ചെയ്യാറുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാ ചേട്ടാ, മോളാണോ ചേച്ചിയാണോ? എനിക്ക് ക്രിട്ടിസൈസിങ് അങ്ങനെ കാര്യമായിട്ടില്ല, നന്നായെങ്കിൽ മാത്രം പറയും. ക്രിട്ടിസൈസ് ചെയ്യാത്തതുകൊണ്ട് മനസ്സിലാക്കാം. ഈ നന്നായി എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്ന ആ ഭാഗത്തേക്ക് നോക്കാറില്ല. അല്ല, പക്ഷെ എന്നാലും നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ എന്നാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. മീൻ ചേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഈവൻ എന്താ പറയാ അത്ഭുത ദ്വീപിലെ അതൊക്കെ, അത് മാത്രല്ല പിന്നെ ജയറാമേട്ടന്റെ അപ്പനായിട്ട് ഒരെണ്ണത്തിൽ അഭിനയിച്ചു. ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു, അതിനകത്തുള്ള പെർഫോമൻസ് ഒക്കെ ഇല്ലേ. ശരിക്കും ചേട്ടാ അതൊക്കെ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് ഹോംവർക്ക്സ് അങ്ങനെ ഉണ്ടോ? ഹോംവർക്ക്സ് ഒന്നും അങ്ങനെ ചെയ്യുന്ന നമ്മൾക്കിപ്പോ എനിക്കാകെ ഞാൻ ആ കഥാപാത്രം ചെയ്ത ഒരു ചെറിയൊരു ഭയത്തോടു കൂടി. എന്നുവെച്ചാ എന്റെ പ്രായവും ജയറാമേട്ടന്റെ പ്രായവും ആൾക്കാർക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ജയറാമേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റിന്റെ അച്ഛനായിട്ട് എന്നെ ആൾക്കാർ കാണുമോ, അങ്ങനെ അംഗീകരിക്കുമോ, അത് വർക്കാവോ എന്നൊരു ചെറിയൊരു ഭയം ആദ്യം തൊട്ടേ ഈ കഥ പറയുമ്പോൾ തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ അതിലേക്ക് അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂമറാണെന്നും അത് നിങ്ങൾ നോക്കണ്ടെന്ന്. പിന്നെ എനിക്കൊരു വേറൊരു ചരിത്രം കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഒരു ധൈര്യം കിട്ടിയത് അവിടെ നിന്ന്. കുഞ്ഞിക്കൂനൻ, അതിനകത്തൊരു സ്ത്രീവേഷം ചെയ്തിരുന്നു. അത് ചെയ്തിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം അതിനു മുമ്പ് ഞാൻ മെയിലാണെന്നും നമ്മളെ അറിയാമല്ലോ ഓഡിയൻസിന്. അപ്പോൾ അതൊരു പെണ്ണായിട്ട് കാണുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ട് ആ പടം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞത് പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആ പടത്തിൽ. അതുവരെ പേടിയായിരുന്നു, അതുവരെ അത് കട്ട് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പെണ്ണായിട്ട് തന്നെ കാണാമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഈ മേക്കപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കഥാപരമായൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത് അച്ഛനായിട്ട് ഇതിലേക്ക് വന്നാലോ എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രമമാണല്ലോ അങ്ങനെ ആവുമെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ജയറാമേട്ടൻ നമ്മുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച് അച്ഛാന്ന് വിളിക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് അഭിനയിച്ചു പോകുന്നു. പക്ഷെ ഇപ്പം ഇത് ബിഹൈൻഡ് സീൻസിൽ വർക്ക് ചെയ്ത സാധനമാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കഥ. പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർ ആ സിനിമ കണ്ടപ്പോ ഇതൊന്നും ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തില്ല. ശരിക്കും അപ്പനായിട്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ആ ക്യാരക്ടർ അത്രയും രസമായിട്ട് ചേട്ടൻ ചെയ്തുകൊണ്ടാണ് ശരിക്കും പ്രേക്ഷകർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ മൈനസ് ഒന്നും പ്രേക്ഷകരുടെ മനസ്സിലില്ല. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ടോട്ടാലിറ്റി ആണല്ലോ നിങ്ങൾ കാണുന്നത്. കറക്റ്റ്. ശരിക്കും ചേട്ടനൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്ന പോലെ ശരിക്കും ഒത്തിരി ലെജൻസിനൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ശരിക്കും ഒരുപാട് ദൈവം കനിഞ്ഞ് തന്നിട്ടുണ്ട്. എൻ്റെ ആദ്യ പടം തന്നെ അമ്പിളിച്ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ പറ്റി. അത്ഭുത ദ്വീപിലാണ് അമ്പിളിച്ചേട്ടന്റെ അമ്മാവനായിട്ട്. കറക്റ്റ്. അതൊരു തമ്മിൽ അടിയുള്ളതായ നേരവേ. ചേട്ടാ അത്ഭുത ദ്വീപിലെ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പം എനിക്കൊന്ന് ചേട്ടൻ്റെ ചെയ്ത ക്യാരക്ടറിലേക്കും ഒരു ഹീറോ ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് വർക്ക് ചെയ്ത്. ഈക്വൽ ടു ഹീറോ എന്ന് തന്നെ പറയണം. അതേപോലെ ഒരു ക്യാരക്ടർ ചേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു പാർട്ട് 2 വരണം എന്നോ എങ്ങനെയെങ്കിലും ചേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഈ ആഗ്രഹമുണ്ട്. ഇപ്പം ഈ അത്ഭുത ദ്വീപ് 2 തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നു
പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ 2 ഇറങ്ങുന്ന സമയമാണല്ലോ. അതെ, പക്ഷെ അത് വിനയൻ മാത്രമല്ല, സർ അത്ഭുതദ്വീപ് 2 ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാൻ പറ്റും. ആ കാലത്താണ് അത്രയും ടെക്നോളജി വെച്ച് correct. അങ്ങനെ ഒരു ചെറിയ ഒരു സിനിമ എടുത്ത് അത്രയും വലിയൊരു ക്യാൻവാസിലെടുത്ത് അത് വിനയൻ സാറിന് തന്നെയാണ് അതിന്റെ സമ്മതിച്ചു. അങ്ങനെ ഒരു കാസ്റ്റ് എന്നെ അതിന് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് എന്നെ നിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അത് ശരിക്കും അദ്ദേഹത്തിനോട് ആ കോൺഫിഡൻസ് നമ്മൾ സമ്മതിക്കണം. കാര്യം എന്ന് വെച്ചാൽ അന്ന് എത്രയോ സൂപ്പർ സ്റ്റാർസ് നിൽക്കുന്ന സമയത്താണ് സർ ഇങ്ങനെ ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് ഒരു ലോകത്തിൽ ആ പടം അത്രയും ഡൂപ്പർ ഹിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലേ, അതിനൊരു അദ്ദേഹത്തിന് അത് ഹാറ്റ്സ് ഓഫ് ടു ഹിം. കാരണം ഞാൻ തന്നെ ഒരു 4 പേരെ ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ. ഞാൻ പോയിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിൽ തന്നെ 300 പേര്, അതെ, ചെറിയ ആൾക്കാർ. അതിനു മുമ്പ് ഞങ്ങളെല്ലാം ഇങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ എല്ലാവരോടും സംസാരിച്ചിട്ടുള്ളൂ. ഇത് ഈ ചെറിയ എല്ലാ ആൾക്കാരും തോളത്ത് കൈക്കിട്ട് എന്നാ കൊണ്ടാ. അപ്പൊ നമ്മൾ അതുപോലൊരു ലോകത്തിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതെ. ചേട്ടൻ ഇപ്പൊ ചെയ്തത് ഈ സൂര്യ വിജയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു, അവരുടെ ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ്, അത്രയല്ല വില്ലൻ ക്യാരക്ടേഴ്സ്. ഞാൻ പല ഇന്റർവ്യൂവിലും എന്നോട് പലരും ചോദിച്ചു ഈ വിജയ് സാറുമായിട്ടുള്ള കാവലൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആ പടത്തിലാണ് അഭിനയിച്ചത് അദ്ദേഹമായിട്ട്. ഇവിടെ ബോഡി ഗാർഡിന്റെ തമിഴ് റീമേക്ക്. ആ സമയത്തൊക്കെ അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ 4 ആർട്ടിസ്റ്റുകളെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ആ ഒരു ഷെഡ്യൂളിൽ കോളേജ് ആ ഒരു സീക്വൻസ്. അപ്പോൾ ലൊക്കേഷനിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വരുമല്ലോ നമ്മൾ സീൻ ടു സീൻ വരുമ്പോൾ. ആ ടൈമിലൊക്കെ ഇദ്ദേഹം നമ്മളെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വന്ന വഴികൾ, ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള എഫർട്ടുകൾ, ഇതേക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ശാരീരികമായിട്ട് പരിമിതിയുള്ള ഒരാൾ, അപ്പം ഞാനെന്നുള്ളല്ല ആര് വന്നാലും ആളെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹം പോവുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം അങ്ങനെ ഇരുന്ന് നമ്മളൊരു വളരെ സംസാരിക്കുകയും നമ്മളുമായിട്ട് സ്നേഹം പങ്കുവെക്കുകയും ചെയ്ത ആള് ഇപ്പൊ ഇതാ തമിഴ്നാടിന്റെ CM ആയിരിക്കുന്നു. വിളിച്ച് വിഷ് ചെയ്തോ? എങ്ങനെ കിട്ടാനില്ലല്ലോ. പക്ഷെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണും ഞങ്ങള്. പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും പുള്ളി റെക്കഗ്നൈസ് ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. പിന്നെ എന്താ വെച്ചാ ഇത്രയും വർത്താനവും നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല അല്ലേ? സൂര്യയായിട്ട് എങ്ങനെയായിരുന്നു? അദ്ദേഹമായിട്ട് 7ാം അറിവ് എന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് കൂടുതൽ ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 3-4 മാസം പല പല ഷെഡ്യൂളായിട്ട് ചെന്നൈയിൽ പോവുകയും വരികയും അഭിനയിക്കുകയും ഒന്നിച്ച് കുറേ സീക്വൻസസ് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം യാതൊരു വ്യത്യാസമില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരാളാണ്, നല്ല ഒരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് അത്യാവശ്യം അറിവുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവരെയും അറിയാം. അതുപോലെ തന്നെ ആ പടത്തില് ഒരു സീക്വൻസിൽ പാട്ടില് ബ്ലഡ് കൊടുക്കുന്നുണ്ട്, അത് ഒറിജിനലായിട്ട് കൊടുത്തു. അതായത് അങ്ങനെ ഒരു ചീറ്റിക്കൊന്നുമില്ല. ഇപ്പൊ ചേട്ടന് സത്യം പറഞ്ഞപ്പോ ഇനിയിപ്പോ ഞങ്ങൾ പ്രേക്ഷകർ ഒന്നുകൂടെ ആ സിനിമ എടുത്ത് വെച്ചൊന്ന് കാണും. ശരിക്കും ഒറിജിനലായിട്ട് ഓ അത് ശരി. അദ്ദേഹം ഇതേപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കഴിഞ്ഞിട്ട് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, അത് കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് മനസ്സിനൊരു സന്തോഷം എന്ന് പറഞ്ഞു. അയ്യോ, ഇന്നത്തെ ഒരാളാ. കുറച്ചു നേരമായിട്ട് മിണ്ടാതിരിക്കും അല്ലേ? അപ്പന്റെ വിശേഷമൊക്കെ അപ്പൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേ അപ്പന്റെ വിശേഷമൊക്കെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെ ഈ തമിഴ് അന്ന് പിന്നെ ഈ സിനിമയൊക്കെ ചെയ്തപ്പോ കുഞ്ഞു പിള്ളേരാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അറിയാലോ ഹൂയിസ് വിജയ്, ഹൂയിസ് സൂര്യ. അപ്പത്തേക്ക് ആ ഒരു ഫാൻ ബേസ് ഉണ്ടോ ഉള്ളില്? ഇവള് വിജയ് സാറെ ഫോൺ വിളിച്ചു. എപ്പോ കൊച്ചിലോ? രാത്രി 11:00-11:30 എങ്ങാണ്ട് നമ്പർ എടുത്തിട്ട്, എന്നിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ചേട്ടന്റെ ഫോണില് ഇവളെ വിളിച്ചത് കളിച്ചപ്പോഴും കണ്ട് അറിയാതെ കോള് പോയത്. സാർ തിരിച്ചു വിളിച്ചിട്ട് വിളിച്ചിരുന്നോന്ന് ചോദിച്ചു തിരിച്ച്. അന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ സാർ അങ്ങനെയല്ല, ഇങ്ങനെ കുട്ടി കളിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അപ്പന്റെ ഫോണിൽ എന്തായാലും നമ്പർ ഉണ്ട്. ഇല്ല, ആ നമ്പർ മാറി. എന്റെ അപ്പ എന്നാ മാറ്റിയേ? അത് അദ്ദേഹം മാറ്റിയതാ, ഞാനല്ല മാറ്റിയത്. എന്റെ ഫോണിൽ ഇപ്പോഴും ആ നമ്പർ കിടക്കും. അറ്റ്ലീസ്റ്റ് പുതിയ നമ്പർ കിട്ടി വിളിക്കുവാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൺഗ്രാറ്റ്സ് പറയണം കേട്ടോ. ഇങ്ങനെ നടന്നു പോകുന്ന അങ്ങനെ വിളിച്ചു നിർത്തി പറയണ്ട. ഇതേപോലെ ഒരു സാഹചര്യം കിട്ടുമ്പോ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഭാവിയിൽ പറയാൻ പറ്റില്ല, ആനീസ് കിച്ചണിൽ ചിലപ്പം CM ഒക്കെ ഇരുന്ന് വന്ന് വർത്താനം പറഞ്ഞാലോ ഈ ഒരു വാക്കിന്റെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അതാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശ്വര, ഞാൻ ഇന്നോട് സ്വപ്നം കണ്ടോളൂ. അല്ല ശരിക്കും വിജയ് ഫാൻ അല്ലാത്ത ആരുമില്ല അല്ലെ? ചേട്ടൻ വന്ന സമയത്തൊക്കെ സ്റ്റേജ് ഷോ എന്ന് പറയുന്ന ഒരു ഓളമായിരുന്നു. പക്ഷെ ഇപ്പത്തെ സ്റ്റേജ് ഷോക്ക് ഒരുപാട് മാറ്റമുണ്ട്. ആ കമ്പയർ ചെയ്യുമ്പോൾ
വിച്ച് വൺ ഇസ് ബെറ്റർ? അതോ നാടോടുമ്പേ നടുവേ ഓടണം അങ്ങനെ ഉദ്ദേശിക്കുന്നതാണോ? അല്ല, നമ്മളങ്ങനെ പഴയ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല സ്പേസും കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഈ ഇത്തരം തമാശ പരിപാടികൾക്ക് സ്റ്റേജ് ഷോയ്ക്കൊക്കെ വലിയ സ്വീകാര്യതയുണ്ടായിരുന്ന കാലത്ത് നമ്മൾ വന്നു ഇതിലേക്കെന്നുള്ളത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ്. കറക്റ്റാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു റീൽ ഇട്ടാൽ പോലും വലിയ എക്സ്പോഷറും അതിൽ നിന്ന് ഹിറ്റായി അതിൽ നിന്ന് തന്നെ നല്ല നല്ല സിനിമകൾ കിട്ടുന്നൊരു കാലത്താണ്. അപ്പം എല്ലാം രണ്ട് കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ എന്നത്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രൂപ്പിലുള്ള അല്ലെങ്കിൽ പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആണെന്ന് ഞാൻ പറയും. സത്യം. എത്രയോ കഴിവുള്ളവരാണ്. കാരണം അതുകൊണ്ടാണ് അവർ ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് അവർക്ക് ഹിറ്റാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ തലമുറയിലുള്ള അല്ലെ പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടു വന്നവർക്ക് എന്തെങ്കിലും പുതുമ കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ടാലൻ്റ് അവർക്ക് ഉള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് അവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ. സത്യം. ചേട്ടാ, ഇനി ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ വല്ലതും ഉള്ളിൽ കരുതിയിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകമായിട്ട് ഞാനായിട്ടൊന്നും അങ്ങനെ കരുതിയിട്ടില്ല. പക്ഷെ ഒന്ന് രണ്ട് നല്ല കഥാപാത്രങ്ങൾ എൻ്റെ മുന്നിൽ സ്ക്രിപ്റ്റായിട്ട് വരികയും ഡയറക്ടേഴ്സ് ഒന്ന് സംസാരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് പടങ്ങളുടെ അഡ്വാൻസും കയ്യിലുണ്ട്. ചെയ്യാൻ പോവാണ്. അപ്പൊ അതെല്ലാം മലയാളം ഉണ്ട്, ഒരു തമിഴും ഉണ്ട്. ഈ തമിഴ് ചെയ്തേ പിന്നെ അവിടുത്തെ പ്രേക്ഷകരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ചേട്ടാ? എനിക്കതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ആദ്യ പടം തന്നെ ഡിഷ്യൂ, അതിന് തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയിരുന്നു. അതിൽ ജീവൻ ഞാനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ക്ലിക്കാവുകയും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തായിരുന്നു. അതിലെ പാട്ടാണ് ഈ ഡയലാമോ ഡയലാമോ, ആ പാട്ടൊക്കെ ആ സിനിമയിലാണ്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നീട് ആ ഒരൊറ്റ പടത്തോടു കൂടി തന്നെ ഒരു വലിയ ഒരു എക്സ്പോഷർ കിട്ടി. അപ്പൊ ഇനി തെലുങ്കിൽ ഇനി എന്നാ ചേട്ടാ? തെലുങ്കില് 2-3 പടങ്ങൾക്ക് വേണ്ടി വിളിച്ചു. ലാംഗ്വേജിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു ഭയങ്കര പേടി. ഒന്ന്, രണ്ടാമത്തത് നമ്മുടെ ഇല്ല, രണ്ടാമത്തത് നമ്മുടെ ഒരു 3-4 പടങ്ങൾ തെലുങ്കിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അത്ഭുത ദ്വീപ്, ഈ പറഞ്ഞ കാവലൻ, ഏഴാം അറിവ്, അതുപോലെ 3-4 പടങ്ങൾ ഈ അടുത്ത് ചെയ്തതെല്ലാം. അപ്പൊ ആ പ്രേക്ഷകരുടെ ഇടയിലും ചേട്ടൻ ഫേമസ് ആണ്. അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി തെലുങ്കരൊക്കെ വന്നിട്ടേ. അത് കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി, ഈ പടങ്ങളൊക്കെ പ്രത്യേകിച്ച് അത്ഭുത ദ്വീപ് ഒരിക്കലും ആളുകൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. അത് ഏത് ഭാഷയിലാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കും നമ്മളെ. ഭയങ്കര റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ദ്വീപില് ഉള്ള ആൾക്കാരാണ് അത്രയും പൊക്കമുള്ള ആൾക്കാര് അല്ലേ? അപ്പൊ നമ്മൾ ഒരിക്കലും ആ സിനിമ ഇങ്ങനെ വെച്ചല്ല കാണുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്, ആ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഐഡന്റിറ്റി മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് മാത്രമല്ല, ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു 300 പേരുള്ളതിൽ 100 പേരോളം കല്യാണം കഴിച്ചു. അതും ചിലര് വലിയ പെൺകുട്ടികളെ, ചിലര് അതായത് ഈ ഉയരം കുറഞ്ഞവരുടെ ഒരു കല്യാണത്തിന്റെ പരമ്പര തന്നെയായിരുന്നു. ഇതിൽ പലരും എന്നെ വിളിക്കുന്നുണ്ട് കല്യാണം അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അറിയാൻ പറ്റുന്നത്. ഈ അത്ഭുത ദ്വീപിന്റെ ലൊക്കേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പലരോടും അവരുടെ ജീവിതമൊക്കെ ചോദിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ വിളിച്ചിട്ട്. അപ്പൊ അങ്ങനെ പലർക്കും കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പെണ്ണ് കിട്ടത്തില്ല. ചിലർക്ക് എന്താ പറയുന്നത്, ചിലരെ നല്ല തേപ്പ് കിട്ടിയ ആൾക്കാരുണ്ട്, സങ്കടത്തോടൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇതോടുകൂടി, ഈ പടത്തിന്റെ റിലീസോടുകൂടി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. പക്ഷെ അതൊരു നല്ല കാര്യമല്ലേ? ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാറ്റഗറൈസ് ചെയ്ത് വിട്ട ആൾക്കാര് അതൊരു ജീവിതത്തിലേക്ക് അവർ ഇറങ്ങാന്ന് പറയുന്നത് ഒരു വലിയ നല്ല കാര്യമാണ്. ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ആ കേസ് കേട്ട്. അതായത് ഉയരം കുറഞ്ഞ പെൺകുട്ടി, ഉയരം കൂടിയ ആണ്, അങ്ങനെയൊക്കെ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു. അങ്ങനെ പക്ഷെ ഒരു കാര്യം എനിക്ക് ചേട്ടൻ പറഞ്ഞതിൽ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് എന്താന്ന് വെച്ചാൽ, ഈ കാറ്റഗറൈസ് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു ലൈഫ് മാറിയില്ലേ, അത് വലിയൊരു അനുഗ്രഹമാണ് ചേട്ടാ. അവർക്ക് എന്ത് വിഷമം ഉണ്ടാവും ഉള്ളിലല്ലേ? മാത്രല്ല ഇതില് പലരും മിടുമിടുക്കന്മാരാണ്, എത്ര കഴിവുകൾ. അവർ തന്നെയാണ് കുടുംബം നോക്കുന്നത്. ചെറിയ ചെറിയ ജോലികളാണെങ്കിലും ചെയ്ത് നല്ല രീതിയിൽ ഫാമിലി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പന് ഷൂട്ടിന് പോയിട്ട് വരുമ്പോൾ വിശേഷമൊക്കെ പറയാറില്ലേ പിള്ളേരോട്? ചോദിച്ചാൽ ഒരു മൂടുണ്ടെങ്കിൽ പറയും. വളരെ എന്താണെന്നറിയോ, ആരൊക്കെയായിട്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. വളരെ എന്താ പറയുന്ന ആ ഒരു സംഗതികളല്ല, അതിലകത്തേക്ക് കൂടുതൽ ചോദിച്ച് അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. ആരുടെ ഫാനാ ഏറ്റവും കൂടുതൽ? അങ്ങനെയൊന്നുമില്ല, എല്ലാ ആക്ടേഴ്സിനൊക്കെ ഇഷ്ടമാണ്. ഒരാളൊന്നുമില്ല. തമിഴില് വിജയ് സാറിന് ഇഷ്ടം.
പിന്നെ മലയാളം മമ്മൂട്ടി സർ, മോഹൻലാൽ സർ, എല്ലാരും അങ്ങ് പറയുവാണ്. ഒരു ആക്ടർ ഒന്നും ഇല്ല, എല്ലാരും ഇഷ്ടാ. ഓക്കെ, ഇനിയിപ്പോ ഈ ബിഹൈൻഡ് സീൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പനോട് എന്നാ പറഞ്ഞത്? എന്തെങ്കിലും പഠിക്കാൻ പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, എന്താ എനിക്കിപ്പോ ഡയറക്ഷനോടാണ് താല്പര്യം, പിന്നെ ഫോട്ടോഗ്രാഫി. അപ്പൊ പിന്നെ വിടണ്ടേ? എനിക്ക് ഭയങ്കര അത്ഭുതം എന്താണെന്നറിയോ, ആദ്യമായിട്ടാണ് ഇവൾ ഇത്രയും ഒരു ചോദ്യത്തിന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും. കൊച്ചിന് തോന്നി ഞാൻ വലിയ ഫോർമൽ ഇന്റർവ്യൂ അല്ലെ ഇങ്ങനെ സംസാരിക്കുമ്പോ തന്നെ സാധാരണ ഒറ്റ ചോദ്യം ചോദിച്ച് അതിനകത്ത് മറുപടി പറഞ്ഞ് നിർത്തത്തേ ഉള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നാ പിന്നെ അപ്പനോട് ഒരു കാര്യം പറയട്ടെ, ഞാൻ കൊച്ചിന് എന്തെങ്കിലും ആഹാരം കൊടുത്ത് ഞാൻ കാര്യമായിട്ട് അങ്ങ് വർത്താനം പറഞ്ഞോട്ടെ? എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ, ബാ. അപ്പൊ ഞങ്ങള് വിശേഷം പറഞ്ഞോട്ടെ കൊച്ചുമായിട്ട്. നമുക്ക് വർത്താനം പറയട്ടെ അല്ലേ? അതാ കൊച്ചു അപ്പൻ ഇത്രയും നേരം വർത്താനം വെച്ചു. പക്ഷെ അപ്പനോട് ഇനിയും ചോദ്യം ചോദിക്കാനുണ്ട്, എന്നാലും കൊച്ചിനോട് ആദ്യം ചോദിക്കാം. മക്കളെ, ഈ ശരിക്കും ഡയറക്ഷൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി? അത് അച്ഛനൊരു സിനിമ ഉണ്ടായിരുന്നു, ഇളയരാജ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ആ സിനിമയുടെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡയറക്ടർ അങ്കിൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത്. അപ്പൊ എത്ര വയസ്സുണ്ട്? അപ്പൊ ഞാൻ 3rd പഠിക്കാൻ തോന്നുന്നു, 3ാം ക്ലാസ്. ഇൻട്രസ്റ്റ് തോന്നിയോ? അങ്ങനെ ഇൻട്രസ്റ്റ് ഇൻ ദ സെൻസ്, സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരുങ്ങി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അത് ഇത് ചെയ്യാനാ ഇഷ്ടപ്പെടുക. അതെ, എനിക്കിങ്ങനെ പിന്നെ അങ്കിൾക്ക് ഇത് മനസ്സിലായി, എനിക്കിങ്ങനെ ഡയറക്ഷനോട് ചെറുതായിട്ട് ഇതുണ്ടെന്ന്. അങ്ങനെ അപ്പൊ എന്റെ കൂടി ഇരുത്തി ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു തന്ന്. മാധവ് രാംദാസ് സാർ. ഓ, അപ്പൊ ആദ്യം കൈ തൊട്ടത് അദ്ദേഹം അല്ല, അവള് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് അല്ല പഠിപ്പിക്കുന്ന ഫസ്റ്റ് പറഞ്ഞിരുന്ന ഗുരുസ്ഥാനം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ എന്റെ ദൈവം. എന്നിട്ട് ഇനി ഭാവിയിൽ അപ്പം എങ്ങനെ ഡയറക്ഷനിലേക്ക് ഇറങ്ങും? സയൻസ് സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, സോർട്ട് ഓഫ് സബ്ജക്ട്. സൈബർ സെക്യൂരിറ്റി എടുക്കാനാണ് ഇത്. അപ്പം ഒരു പാഷനായിട്ട് കൊണ്ടുപോകാം. അപ്പന് ആഗ്രഹമുണ്ടോ എന്റെ കൊച്ചു ഇന്ന പോലെ ആവണം എന്നോ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്റെ കൊച്ചു പഠിച്ച് ഇന്ന ഡോക്ടർ ആവണം? എല്ലാ അപ്പന്മാർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ പിള്ളേർ ഇങ്ങനെ ആവണമെന്ന്. അല്ല, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, അതായത് ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ ജോലി സമ്പാദിക്കണം ഒരാഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്, ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള സ്ട്രോങ് വുമൺ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ബോൾഡായിട്ടുള്ള ഒരു കുട്ടി. പിന്നെ കുറച്ച് മനുഷ്യത്വമൊക്കെ വേണം, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം. ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം ആ അഡ്വൈസ്, ആ കുഞ്ഞിന് ആ ഒരു വിൽ പവർ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് അപ്പന്റെ വക എന്നാ? ഈ കഴിഞ്ഞ ഒരു വാക്കേ ഉള്ളൂ, എങ്ങനെ മോട്ടിവേറ്റഡ് ആകുന്നു? അതല്ല, നിയമസഭാ ഇലക്ഷൻ നടന്നില്ലേ കഴിഞ്ഞ്? അന്നേരമാണ് ഇവിടെ ചോദിക്കുന്നത് നിയമസഭ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എന്താണ് ഈ ലോകസഭയും നിയമസഭയൊക്കെ? കാര്യം ഇവർ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചുകൂടി ഇവരെയൊക്കെ പ്രാക്ടിക്കലായിട്ട് എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അത്ര വലിയ ധാരണയൊന്നുമില്ല കുട്ടികൾക്ക് പല കാര്യങ്ങൾക്കും. കാരണം ഇവരുടെ പ്രായത്തിൽ അറിയാമായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് അധികം അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം ന്യൂസൊക്കെ ഞാനിങ്ങനെ കൂടുതലും കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ചോദിക്കുക അതെന്താ അങ്ങനെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, അതിനെക്കുറിച്ച് അത്ര. അപ്പം ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നമ്മളിവിടെ വെറുതെ ജീവിച്ചിങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാലേ ഉള്ളൂ നാളെ നമ്മുടെ അടുത്ത ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലത് ഭയങ്കര മണ്ടത്തരം ചോദിക്കും, അന്നേരം കുറേ ഞാൻ ചിരിക്കും, അവളും ചിരിക്കും, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ മോക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം, അതായത് ഇപ്പൊ ഫീൽഡിലേക്ക് വരണം, അല്ലെങ്കിൽ ഇന്ന പോലെ അപ്പൻ ഒത്തിരി അഡ്വൈസസ് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് മോഡൽ ലൈഫിൽ എന്താ തീരുമാനം എടുത്തേ? അങ്ങനെ അപ്പം പറയുന്ന പോലെ ഇങ്ങനെ കുറച്ച് മനുഷ്യത്വം വേണം, ബോൾഡായിരിക്കണം, അതുപോലെ ആകണം, ഒരു സമൂഹത്തിന് അവെയർ ആയിരിക്കണം നമ്മളെപ്പോഴും. അതായത് നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് നമ്മളൊന്ന് കരുതൽ വേണമല്ലോ എപ്പോഴും, ഇന്നതുപോലെ നടക്കുന്നുണ്ട്, അപ്പൊ നമുക്കും അത് നോക്കണം. അങ്ങനെ ഒരു വിൽ പവർ ഉള്ളിലേക്ക് വന്നു എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഞാൻ വേറൊരു ടാസ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞു, ഞങ്ങള് 3 മക്കളാ, ഞാനാണ് ഏറ്റവും മൂത്തത്. ഇപ്പൊ ഇവള് അതേ റെസ്പോൺസിബിലിറ്റിക്ക് വന്നു. മൂത്തതായ റെസ്പോൺസിബിലിറ്റി കൂടുതലാണെന്ന് അപ്പം പറഞ്ഞാണോ ഞാൻ കൊടുത്ത ടാസ്ക്? അപ്പ പറഞ്ഞേ അല്ല, ശരിക്കും അങ്ങനെയാണോ? അപ്പ മൂത്ത കുട്ടികളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണോ? എല്ലാവർക്കും ഈക്വൽ അല്ലേ? അല്ല, അങ്ങനെയല്ല. എന്താണെങ്കിലും എന്താ പറയുന്നത്, മുതിർന്ന
ഇപ്പോൾ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ തീരെ ചെറുതുകളായിരിക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുന്നത്, എല്ലാവരുടെയും ഒരു കരുതലും എല്ലാവരെയും ഒരുപോലെ ഒന്ന് നോക്കാനും അവർ ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു ബഹുമാനവും സംഭവമൊക്കെ വരുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ അറിയാതെ വരും. ഞാനങ്ങനെ അറിയാതെ വന്നു പോയ ഒരാളായതുകൊണ്ട്. അറിയാതെ വരുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പറയും ഇതുപോലെ ആവണം, ചേച്ചി അത് ചെയ്ത് തരൂന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ ഡിമാൻഡിങ് ചെയ്തേക്ക്, ഞാൻ വരുമ്പോ അത് ചെയ്തേക്ക്, അങ്ങനെ അങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ ആവുന്നതായിരിക്കും. മൂത്ത അമ്മയെ ഭയങ്കരമായിട്ട് അനുകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവളെ വഴക്ക് പറയുന്നതൊക്കെ അവള് വഴക്ക് പറയുന്ന പോലെയാ. ഒന്നും ക്ലിയർ ആവൂല. എന്തായാലും സ്പീഡും ഫോഴ്സിനും കുറവൊന്നുമില്ല. ഓക്കെ. എല്ലാ ഇടയ്ക്കും മോനെ എന്നൊക്കെ വിളിക്കും. ചേട്ടൻ 2 പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാ. അതെ അതെ. ചെറുതിന് അപ്പൻ ഇതേപോലെ ഭയങ്കര ചിരിയാന്ന് ഇത് കാണുമ്പോ. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നീ കുട്ടിക്കാലത്ത് എന്തായിരുന്നോ അത് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കണ്ടോളാം. ഇതിന്റെ ഒരു പടി മേലെ കുറവായിരുന്നു മോള്, അതിന്റെ മേലെയാണ് അനിയത്തി. ഞാൻ കൃഷ്ണനും അവള് മറ്റുള്ള രാധയുമാണ്. പുള്ളിക്കാരിക്ക് ഇച്ചിരി കൃഷ്ണഭക്തി കൂടുതൽ. അതുകൊണ്ട് ഈ കൃഷ്ണന്റെ പടം, കൃഷ്ണന്റെ ഫോട്ടോ, കൃഷ്ണന്റെ കാർട്ടൂണ് ഇതൊക്കെ കുറച്ച് കാണും. അപ്പൊ ഇവിടെ നിന്ന് ഒരു മയിൽപീലി ഓടിച്ചോണ്ട് വന്ന് കുത്തി ഓടക്കൊള്ളം വെച്ചിട്ട് എന്നെ വേറെ ലെവലിലാക്കി കൃഷ്ണനാക്കി നിർത്തിയിട്ട് പുള്ളിക്കാരി അതൊക്കെ റീലിടത്തുണ്ടോ? ഞങ്ങളൊക്കെ കാണുമായിരുന്നല്ലോ. അല്ലെ, അന്നേരം കൃഷ്ണന്റെ ഷേപ്പ് അത്ര നല്ല രീതിയിലല്ല. മാത്രല്ല ക്യാമറ കൊണ്ടുവരുമ്പോ ഇതൊന്നും ചെയ്യത്തില്ല പുള്ളിക്കാരി. കുറെ നേരം ചിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അമ്മയുടെ ടേസ്റ്റ് എന്താണ്? അത് പക്ക വീട്ടമ്മയായിട്ടിരിക്കാനാണോ ഇഷ്ടം? അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ്. പക്ക വീട്ടമ്മ, ഹൗസ് വൈഫ് എന്ന് വെച്ചാൽ അല്ല, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കാരിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. ഈ ഇപ്പൊ വീഡിയോസ് ആണെങ്കിൽ ഈ കുക്കറിയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇളയാളും കൂടെ വന്നതോടുകൂടി ഭയങ്കര ബിസിയാണ്. പിന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്കും വീട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാറില്ല. പ്രത്യേകിച്ച് കുക്കിങ്ങിലും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാറില്ലല്ലോ. ഇതെല്ലാം ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വരുമ്പോ നമ്മൾ കഴിച്ചിട്ട് എണീറ്റ് പോലെ അല്ല, അതിനിടയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ട് അതും പറയും. അയ്യോ ബോണസ് കൂടെ കൊടുക്കാറുണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാ. പെൺകുട്ടികളുണ്ടായ അമ്മയുടെ ആഗ്രഹം കുട്ടികൾ കൂടെ നടത്തും, അങ്ങനെ എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് ഡാൻസ് ആവണമെന്നോ പാട്ടുണ്ടെന്നോ? ഇല്ല, അങ്ങനെ എനിക്ക് ഡാൻസ് അങ്ങനെ കഴിവായിട്ട് അമ്മയുടെ ഒന്നും അങ്ങനെ കിട്ടിയതല്ല. പഠിച്ചതാണോ കൊച്ച്? പഠിച്ചതാ. ചേട്ടന് ആഗ്രഹമായിരുന്നോ കൊച്ചിന് ഡാൻസ് പഠിപ്പിക്കണമെന്ന്? ഇഷ്ടമായിരുന്നു. ചെറുതിനെ വിടുന്നുണ്ടാ? ചെറുതിനെ എനിക്ക് പാട്ട് പഠിപ്പിച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹം. ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ പാട്ടിനെ ശ്രദ്ധിക്കുകയും ചെറുതായിട്ട് മൂളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രം പഠിപ്പിക്കും. ഇവക്ക് ഡാൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം തൊട്ട് ഈ ടിവിയിൽ കാണുന്ന ഡാൻസ് എല്ലാം അത് കണ്ടിട്ട് അതേ കൊറിയോഗ്രാഫിയിൽ അവള് ചെയ്യുമായിരുന്നു. അത് കണ്ടു പഠിച്ച് തന്നെ ചെയ്യും. പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പൊ ടേസ്റ്റ് ഉള്ളിലുണ്ട്. ഏതാ മോള്? ഭരതനാട്യം. വിശേഷങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞു. കാര്യം വന്നിട്ട് എന്താ പറയാ, അതിഥികളെ ഇരുത്തിയിട്ട് സൽക്കരിക്കാതിരിക്കുന്നത് വളരെ മോശമാണ്. നാട്ടുകാർ പറയും വർത്താനം ഒന്നും കൊടുക്കുകയല്ല, എന്നല്ലേ ചേട്ടാ? അങ്ങനെ പറയോ? ഇല്ലായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറുമ്പിനെയും കൂടെ കൊണ്ടുവരണേ. കുറുമ്പി ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ ചർച്ച മുഴുവൻ ചെറുതായിരുന്നു. അപ്പൊ എന്തായാലും ചെറുതിനെ കാണണ്ടേ? അമ്മയും കൂടെ കൊണ്ടുവരണം കേട്ടോ. നമ്മളെല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോഴല്ലേ ഒരു സന്തോഷവും നിറവും. എനിവേ, താങ്ക് യു വെരി മച്ച് ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകർക്ക് ഒരുപാട് വിശേഷങ്ങൾ. ഇപ്പൊ നമ്മുടെ സ്റ്റാർ കുറുമ്പിയായിരുന്നു അല്ലേ? അടുത്ത പ്രാവശ്യം കുറുമ്പിയായിട്ട് വരാമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.